ശബരിമല സ്വർണ്ണ കവർച്ചയിൽ റിപ്പോർട്ട് തയ്യാറാക്കി ഇ.ഡി. ഇന്റലിജൻസ്. ഇ.ഡി. ഡയറക്ടർ രാഹുൽ നവീനിന് റിപ്പോർട്ട് കൈമാറും. കേസിൽ വിവരശേഖരണം തുടർന്ന് ഇ.ഡി. ക്രൈംബ്രാഞ്ച് എഫ്ഐആറിന്റെ പകർപ്പും വിശദാംശങ്ങളും ഇമെയിൽ വഴി ആവശ്യപ്പെടും. കൊച്ചി സോണൽ അഡീഷണൽ ഡയറക്ടർ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇ.ഡി. ഇന്റലിജൻസ്. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, വിവിധ സംസ്ഥാനങ്ങളിൽ സോണൽ യൂണിറ്റുകൾക്ക് പുറമെയാണ് രഹസ്യ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഇ.ഡിയുടെ ഇന്റലിജൻസ് വിഭാഗവുമുള്ളത്. ആ ഇന്റലിജൻസ് വിഭാഗമാണ് ഇപ്പോൾ രഹസ്യ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് കേന്ദ്ര ഓഫീസിന് കൈമാറാനായിട്ടിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ള വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് വിവരങ്ങൾ, ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ മറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇ.ഡിയുടെ ഡയറക്ടർ രാഹുൽ നവീനിന് ഇ.ഡി ഇന്റലിജൻസ് വിഭാഗം കൈമാറുക. അതിനുശേഷമായിരിക്കും ECIR രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക. എന്തായാലും വിശദമായിട്ട് തന്നെ ഇ.ഡി ഇന്റലിജൻസ് വിഭാഗം നൽകിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് ഇ.ഡിയുടെ ഡയറക്ടർ പരിശോധിക്കുക. അതിനുശേഷം തുടർ നടപടികളിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. സാധാരണ രീതിയിൽ വലിയ രീതിയിൽ സാമ്പത്തിക ക്രമക്കേട്, അതോടൊപ്പം തന്നെ കള്ളപ്പണ ഇടപാടും ഒക്കെ നടന്നിരിക്കാൻ സാധ്യതയുള്ള കേസുകൾ തന്നെയാണ് ഇ.ഡിയുടെ ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് കേന്ദ്ര ഓഫീസിനെ കൈമാറുന്നത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ, ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ, ഇതടക്കമുള്ള വിശദാംശങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ട് തന്നെയാണ് കേന്ദ്ര ഓഫീസിന് കൈമാറാനായിട്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ കൈക്കൊള്ളുക. എന്തായാലും ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിന് പുറമെ മാത്രമേ ഇ.ഡിക്ക് ECIR, അതായത് ഇ.ഡിയുടെ തന്നെ എഫ്ഐആർ പ്രഥമ വിവര റിപ്പോർട്ടിനെയാണ് ECIR എന്ന് പറയുന്നത്, അത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ 2 കേസുകളാണ് സംസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ദ്വാരപാലക സ്വർണ്ണപ്പാളി അത് കടത്തിയതിൽ, അതോടൊപ്പം തന്നെ കട്ടളപ്പാളി കടത്തിയതിലും. ഈ 2 കേസുകളിലും പ്രതികൾ ആരൊക്കെയാണോ അവരൊക്കെ തന്നെയായിരിക്കും ഇ.ഡി രജിസ്റ്റർ ചെയ്യുന്ന ECIRലും പ്രതികൾ. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യപ്രതി തന്നെയായിരിക്കും. ഇത് സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് നിലവിൽ ഇ.ഡിയുടെ രഹസ്യാന്വേഷണ വിഭാഗം, അതായത് ഇന്റലിജൻസ് വിഭാഗം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. വരും ദിവസങ്ങളിൽ ഈ ഒരു എഫ്ഐആർ പരിശോധിച്ചുകൊണ്ട്, അതായത് ക്രൈംബ്രാഞ്ചിന്റെ എഫ്ഐആറും അതോടൊപ്പം തന്നെ മറ്റ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളും വീക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇ.ഡിയുടെ തുടർ നടപടികൾ സ്വീകരിക്കുക. ദേവിക. ശരി രേഷ്മ, എന്തായാലും ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് ഇ.ഡി ഇന്റലിജൻസ്. ഇ.ഡി ഡയറക്ടർ രാഹുൽ നവീനിന് റിപ്പോർട്ട് കൈമാറും. കേസിൽ വിവരശേഖരണം ഇ.ഡി ഇപ്പോഴും തുടരുകയാണ്. ക്രൈംബ്രാഞ്ച് എഫ്ഐആറിന്റെ പകർപ്പും വിശദാംശങ്ങളും ഇമെയിൽ വഴിയും ആവശ്യപ്പെടുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. കൊച്ചി സോണൽ അഡീഷണൽ ഡയറക്ടർ നേരിട്ടാണ് വിവരങ്ങൾ ശേഖരിക്കുക. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ നൽകിയത്.